ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഒരു പുത്രൻ ജനിച്ചു. ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചു. ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ച് യോഗ്യനായി ജീവിച്ചു. തൻ്റെ സ്നാനസമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് പിതാവ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങി. യേശുവിൻ്റെ ജനനം ആത്മാവിനാലായിരുന്നു. യേശുവിൻ്റെ ജനനം ആത്മാവിനാൽ. അടുത്ത പടി പറഞ്ഞു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിനാൽ ജനിച്ച യേശു ആത്മാവിനാൽ ബലപ്പെട്ടു. നമ്മുടെയൊക്കെ ബലം ഒന്ന് നോക്കുന്നത് കൊള്ളാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആത്മീയ ബലം എന്നാ ഉണ്ട്? കഴിഞ്ഞ വർഷത്തേക്കാൾ വല്ല കൂടുതലും ഉണ്ടോ? വല്ല വളർച്ചയുണ്ടോ? അതോ കഴിഞ്ഞ വർഷത്തെ അത്രയും തന്നെ എനിക്ക് പറയാൻ ഇല്ല, ഞാൻ തളർന്ന് പോവുകയാണോ? ആ ബലം യേശുവിൻ്റെ മേൽ വ്യാപരിച്ചു, ആത്മാവിൽ ബലപ്പെട്ടു. ഇതിനുശേഷം യേശു ആത്മാവിൽ സ്നാനപ്പെട്ടു. ആത്മാവ് അവൻ്റെ മേലിറങ്ങി. അതാണ് സ്നാനസമയത്ത് ആത്മാവ് അവൻ്റെ മേലിറങ്ങി. ആത്മാവ് എൻ്റെ ഉള്ളിൽ വരും. എപ്പോഴാണ് വരുന്നത്? ദൈവം എന്നെ ജീവശ്വാസം എന്നിലേക്ക് ഊതിയപ്പോൾ, അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവിൻ്റെ ഉള്ളിൽ വന്നു. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനാൽ നിങ്ങളുടെ മനുഷ്യരീടത്തെ ഉയർപ്പിക്കേണ്ടതിന് എൻ്റെ ഉള്ളിൽ വന്നു. 2, ആത്മാവ് എൻ്റെ കൂടെ നടക്കും. യേശു പറഞ്ഞ ആത്മാവ്, ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും, ആത്മാവ് നിങ്ങളുടെ കൂടെ നടക്കും. കൂടെ നടന്നാൽ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ആത്മാവ് കൂടില്ലെങ്കിൽ 2, 3 സത്യങ്ങൾ കൊണ്ടങ്ങ് നിർത്തും. ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ സകല സത്യത്തിലും നടത്തും. 1, 2, 3, 4, 5, 6, 7, 8, 10 സകല സത്യത്തിലും നടത്തണമെങ്കിൽ ആത്മാവിൻ്റെ കൂടെ നടന്നേ പറ്റത്തുള്ളൂ. 3, ആത്മാവിൻ്റെ മേലിറങ്ങി വരും. എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ശക്തിപ്പെടും. കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുവാൻ, ബലപ്പെടുവാൻ കർത്താവ് ഇടയാക്കും. അതിന് എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങണം. ഈ 3 അവസ്ഥകൾ ആത്മാവിന് പ്രധാനമായും നമ്മളുടെ കൂടെ ഉണ്ട്. ഓക്കെ, യേശുവിൻ്റെ മേൽ ഈ 3 അനുഭവങ്ങളും ഉണ്ടായി. യേശു ഇറങ്ങി രോഗികളെ സൗഖ്യമാക്കി. യേശുവിൻ്റെ ആദ്യത്തെ അടയാളം ഞാൻ അവിടെ നിന്ന് തുടങ്ങട്ടെ. യേശുവിൻ്റെ ആദ്യത്തെ അടയാളം യഹൂദൻ്റെ പള്ളിയിൽ വെച്ചായിരുന്നു. അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, അടയാളമല്ല ഞാൻ പറഞ്ഞ്, ആദ്യത്തെ ശുശ്രൂഷ യഹൂദൻ്റെ പള്ളിയിൽ വെച്ചായിരുന്നു. യഹൂദൻ്റെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, അശുദ്ധാത്മാവിനെ ഇറക്കി വിട്ടു, അവിടെ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. യേശുവിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ഒരു അടയാളമായിരുന്നു. അതും ഗലീലിലെ കാനാവിൽ വെച്ചായിരുന്നു. കാനാവിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ദുരാത്മാക്കളുടെ മേൽ അധികാരം നടത്തി, അശുദ്ധാത്മാക്കളെ പറഞ്ഞു വിട്ടു, ശരീരത്തിൻ്റെ മേൽ അധികാരം നടത്തി, രോഗികളെ സൗഖ്യമാക്കി, ജീവന്റെ മേൽ അധികാരം നടത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരം നടത്തി, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, പച്ചവെള്ളത്തിൻ്റെ മേൽ നടന്നു. ഇങ്ങനെ എല്ലാവിധ അധികാരങ്ങളും ഉപയോഗിപ്പാൻ കൃപയാൽ യേശു ശക്തീകരിക്കപ്പെട്ടതിൻ്റെ കാര്യം, ആത്മാവിനാൽ ജനിച്ച്, ആത്മാവിനാൽ വളർന്ന്, ആത്മാവിനാൽ ബലപ്പെട്ട്, ആത്മാവിനാൽ അഭിഷക്തനായി, ആത്മാവിൻ്റെ സാന്നിധ്യം കളയാതെ ജീവിച്ചതിനാൽ യേശുവിനെ കൊണ്ട് ഇത് കഴിഞ്ഞു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഇത് കഴിയും, എനിക്കും ഇത് കഴിയും. നമ്മിൽ ഒരു വ്യക്തിയെ കൊണ്ട് ഇതെല്ലാം മറ്റും നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ നമ്മെക്കൊണ്ട്, സഭയെ കൊണ്ട് ദൈവം ഇതെല്ലാം ചെയ്യിക്കുന്നുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ച സകലതും ഒന്നിനു പുറകെ ഒന്നായി ചെയ്തു. ഒടുവിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് വെച്ച് അവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഉണ്ട്. ഞാൻ എടുത്ത് വായിക്കേണ്ട ഒത്തിരി ഭാഗങ്ങൾ ഞാനിങ്ങനെ റെഫർ ചെയ്തു പോകും, അത് പറഞ്ഞു പോകുക എളുപ്പം. അതുകൊണ്ടാണ് മത്തായി 10-ന്റെ 1 മുതലുള്ള വാക്യങ്ങളും ലൂക്കോസ് 9-ന്റെ 1 മുതലുള്ള വാക്യങ്ങളും വായിച്ചാൽ, അവൻ 12 വരെ അടുക്കൽ വിളിച്ചു, 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, നമ്മുടെ യൂദ ഉൾപ്പെടെ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും അവരെ പറഞ്ഞയച്ചു. അവർ പോകുന്നത് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനുമാണ്. അവർ ചെയ്യേണ്ടത് 1, അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, 2, രോഗികളെ സൗഖ്യമാക്കുക, 3, ദൈവരാജ്യം സമീപിച്ചു എന്ന് പ്രസംഗിക്കുക. 3 ദൗത്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. 1-ാം ദൗത്യം അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചെയ്യുന്നത് ആദ്യം പ്രസംഗിക്കുക. യേശു പഠിപ്പിച്ചതല്ല. നിങ്ങൾ പോകുമ്പോൾ ആദ്യം അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. പക്ഷെ നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ ദാസൻ ആദ്യം കയറി ആ പണിയാണ് ചെയ്തത്. ഇവിടെ നിന്നൊരു വാചകം പ്രാർത്ഥനയിൽ ഉയരുമ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഹൃദയത്തെ അടച്ചു കളയുന്ന ഒരു കൂട്ടം ശക്തികളെ നിഷ്കാസനം ചെയ്യുക. ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ശുശ്രൂഷ നടക്കത്തുള്ളൂ. അല്ല, നടക്കത്തില്ല. പ്രസംഗം കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. 1, അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, 2, സകലവിധ രോഗവും വ്യാധിയും സൗഖ്യമാക്കുക,
3 സുവിശേഷം പറയുക. ഇതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശു ഇത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, യേശു ഇത് ചെയ്തു കാണിച്ചു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ സീരീസിൽ കൂടെ കയറി വരും, അന്നേരം മനസ്സിലാകും. യേശു ഇത് ചെയ്തു കാണിച്ചു. തൻ്റെ മരണസമയമായതോടുകൂടെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കാൻ പോവുക. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. നിങ്ങൾ പോയി പലതും ചെയ്യണം. യേശു മരിച്ചു. മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ അന്ന് രാത്രിയിൽ, ഒരു ഞായറാഴ്ച രാവിലെയാണ് ഉയർത്തെഴുന്നേറ്റത്. അന്ന് രാത്രിയിൽ യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാർ കൂടിയിരുന്ന ആ മാളികയ്ക്കകത്ത് യേശു കയറി. അതേത് മാളികയായിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവർ കർത്തൃമേശ കഴിച്ച മാളികയാണ്. അവർ കർത്തൃമേശ കഴിക്കാൻ വേണ്ടി മർക്കോസിൻ്റെ മാളിക മുറിയിലാണ് കയറിയത്. അവിടെ തന്നെയാണ് തുടർന്നത്. അവിടെ തന്നെയായിരുന്നു സഭ. നിങ്ങൾക്കറിയാമോ, ഇന്നും അത് സഭയുടെ വകയാണെന്നറിയാമോ? ഒരിക്കൽ കർത്താവിന് എന്തെങ്കിലും ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വിട്ടതാ, തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. മർക്കോസിൻ്റെ മാളിക മുറി അന്ന് യേശു ക്രിസ്തുവിന് വിരിച്ചൊരുക്കിയ ഒരു മാളികയായി കർത്തൃമേശ നടത്താൻ വേണ്ടി, പെസഹ നടത്താൻ വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഇന്നും അത് പെന്തക്കോസ്തുകാരൻ്റെ വകയാണ്. അദ്ദേഹം അത് തിരിച്ചെടുത്തിട്ടില്ല. ഇന്നും അത് ക്രിസ്ത്യാനിയുടെ വകയാണ്, പെന്തക്കോസ്തുകാരൻ്റെ വകയാണ്. അവിടെ വലിയ ഭയങ്കര 2 ലൈറ്റൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെയായിരുന്നു പരിശുദ്ധാത്മാഭിഷേകം നടന്നതെന്ന് കാണിക്കാൻ വേണ്ടി കിദ്രോൻ താഴ്വരയിലേക്ക് അടിക്കുന്നതായ വലിയ ഭയങ്കര പവർഫുൾ, എത്ര വാട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഭയങ്കര പവർഫുള്ളായ 2 ലൈറ്റുകൾ ആ കെട്ടിടത്തിൻ്റെ ഇടത്തുനിന്നും വലത്തുനിന്നും കിദ്രോൻ താഴ്വരയ്ക്ക് നേരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇതാണ് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ സ്ഥലം എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഞാൻ മുന്നോട്ട് വരട്ടെ. ഇതുണ്ട്, യേശുവിൻ്റെ ആ ശിഷ്യന്മാർ അവിടെ കൂടിയിരിക്കുമ്പോൾ അത് അടച്ചിരുന്ന കതകിനകത്തൂടെ യേശു അകത്ത് കയറി. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അടച്ചിരുന്ന കതകിനകത്തൂടെ യേശു അകത്ത് കയറി. അവർ ശിഷ്യന്മാരാകപ്പാടെ ഭയന്നുപോയി. ഒരു ഭൂതമാണെന്ന് അവർക്ക് തോന്നി. ഇതെന്തടാ കളി, ഭൂതം വന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. യേശു പറഞ്ഞു, ഭൂതമല്ല, ഭൂതത്തിന് എന്നെപ്പോലെ അസ്ഥിയും മാംസവുമില്ല. ഞാനിവിടെ വന്നത് നിങ്ങളെ ധൈര്യപ്പെടുത്താനാണ്. പിള്ളേരെ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് ഒരാൾ പോയി ഒരു കഷ്ണം വറുത്ത മീൻ എടുത്തുകൊണ്ട് വന്നു, വേറൊരാൾ പോയി ഒരു കെട്ട തേൻ എടുത്തുകൊണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നതല്ലെന്ന് നിങ്ങൾക്കറിയാവോ? വറുത്ത മീനും തേനും കൂടെ ആരും കഴിക്കത്തില്ല. ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു കപ്പ് ചായയും കൊണ്ടുതന്ന് അതിൻ്റെ കൂടെ കുറച്ച് അതിനകത്തില്ല കുറച്ച് ഉപ്പും കൂടെ കൊണ്ടുതന്നെന്ന് പറഞ്ഞാൽ ഇത് ശരിയാകുന്ന കാര്യമല്ല. നാരങ്ങ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് തന്നാൽ എനിക്ക് മനസ്സിലാവും. ചായയുടെ കൂടെ ആരുടെ ഉപ്പ് കൊണ്ട് കൊടുക്കുക? ശിഷ്യന്മാർ കൊണ്ട് കൊടുത്തത് ഒരു കഷ്ണം വറുത്ത മീനും തേൻ കട്ടയും കൂടെ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന പരിപാടിയല്ല. പിന്നെ എന്നെ വേല ഇവർ കാണിച്ചത്. എൻ്റെ യേശു ഇത് രണ്ടും വാങ്ങിച്ച് തിന്നുകയും ചെയ്തു. യേശു ഒരു എതിരും പറയാതെ ഇത് രണ്ടും വാങ്ങിച്ച് തിന്നു. കാര്യം അവരെ പ്ലീസ് ചെയ്യാനാണ് യേശു ചെന്നത്. ഇവർ പേടിച്ചു ഭയന്നു, ഭൂതം വന്നു, എങ്ങനെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നും പറഞ്ഞാൽ ഈ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ കിട്ടിയത് കൊണ്ട് കൊടുത്തത്. എൻ്റെ യേശു അത് വാങ്ങി തിന്നേച്ചു പറഞ്ഞു, ഭൂതത്തിന് എന്നെ പോലല്ല, ഞാൻ തൻ്റെ ഭക്ഷിക്കുകയാണ്. അവരുടെ മുന്നിൽ വെച്ച് ഭക്ഷിച്ചു. തൻ്റെ കൈകാലുകൾ കാണിക്കേണ്ടവരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് അയക്കാൻ പോവാ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ ഒന്ന് അയക്കാൻ പോവാ. ഒരൊറ്റ ഊത്തൂതി അവരുടെ മേൽ ആത്മാവിനെ പ്രാപിക്കുക. ഞാൻ ഒരു ലിങ്ക് ഇടയ്ക്ക് വിട്ടുപോയി, ആ ലിങ്കിലേക്കൊന്ന് വരാം. ഏദൻ്റെ മണ്ണിൽ ആദം ഹവ്വമാരുടെ മേൽ, ഇത് പറയാനാണ് ഞാൻ ആ കഥയും കൊണ്ട് തുടങ്ങിയത്. ഏദൻ്റെ മണ്ണിൽ ആദം ഹവ്വമാരുടെ മൂക്കിലേക്ക് ശ്വാസം ഊതിക്കേറ്റിയ ദൈവം ഈ ആത്മാവിനെ നശിപ്പിച്ചു കളഞ്ഞ ജനത്തിന് വേണ്ടി യേശു അഭിഷേകം ഏറ്റെടുത്തു. പിതാവിങ്കിൽ നിന്നൊരു കൽപ്പനയുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുക എന്നൊരു കൽപ്പനയുണ്ടായി. ആ ശബ്ദം, തൻ്റെ വായിൽ നിന്ന് വന്ന ആ ശബ്ദത്തോടുകൂടെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. കന്യകയായിരുന്ന മറിയയെ ഒരു ശബ്ദം കേട്ടു. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ശബ്ദം വായുവിനോട് ബന്ധപ്പെട്ടതാണ്, ഊത്തിനോട് ബന്ധപ്പെട്ടതാണ്. ഹെബ്രിയയിലാണ് ആ വാക്ക് വന്നു പറഞ്ഞത്, പിതാവിൻ്റെ വാക്ക്, നീ ഗർഭിണിയാണ്, ഒരു മകനെ പ്രസവിക്കുക. ഒരു ഊത്തിനാൽ അത് മറിയയിലേക്ക് കയറി. ഒരു ഊത്തിനാൽ പിതാവ് യേശുവിനെ അഭിഷേകം ചെയ്തു. യേശു തൻ്റെ ക്രൂശീകരണ വേളയിൽ കാണിച്ചത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഹി ബ്രീത്ത് ഔട്ട് സ്പിരിറ്റ് എന്നൊരു പദം കിടപ്പുണ്ട്. നമ്മുടെ നോർമൽ തർജ്ജമയിൽ അതില്ല. യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ കറക്റ്റായി അത് തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. അതിനകത്ത് പറയുന്നത് ഹി ബ്രീത്ത് ഔട്ട് സ്പിരിറ്റ്, തൻ്റെ ആത്മാവിനെ പിതാവിങ്കിലേക്ക് ഊതി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ശബ്ദമായിട്ടാണ് നമ്മൾ കേട്ടത്, പിതാവേ എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു ശബ്ദമായിട്ടാണ് നമ്മൾ കേട്ടത്. പക്ഷെങ്കിൽ ആ പിതാവിങ്കിലേക്ക് ആ ആത്മാവിനെ ഊതി ഏൽപ്പിച്ചു കൊടുത്തു. ഹി ബ്രീത്ത് ഔട്ട് സ്പിരിറ്റ്, പിതാവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ശിഷ്യന്മാരുടെ അടുക്ക വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒന്ന് അയക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ആത്മാവിനെ കൈക്കൊള്ളീൻ. അവരുടെ മേൽ ഒരു ഊത്തൂതി, നിങ്ങൾ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക. ഇവരാത്മാവിനെ കൈക്കൊണ്ടവരാ. അവരെ ഏറെക്കുറെ ഒരാത്മബലത്തിൻ്റെ ആദ്യ പടിയിലേക്ക് ഇറങ്ങിയതാ.
ഇച്ചിരൂടെ മുന്നോട്ട് വരട്ടെ. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഞാൻ നിങ്ങളുടെ മേലൊന്ന് ഊതി, പക്ഷേ അതൊരു നിഴല. സാക്ഷാൽ ഊതേണ്ടത് പിതാവാ, ഞാനല്ല. ആദമിൻ്റെ മേൽ ഊതി ഒരു പുതിയ ശുശ്രൂഷയ്ക്കാക്കിയതുപോലെ, എൻ്റെ മേൽ ഊതി ഒരു പുതിയ ശുശ്രൂഷയ്ക്കാക്കിയതുപോലെ, നിങ്ങളുടെ മേൽ ഊതി ഒരു പുതിയ ശുശ്രൂഷയ്ക്കാക്കുവാൻ പിതാവാണ് ഊതേണ്ടത്, ഞാനല്ല. പിതാവ് നിങ്ങളുടെ മേൽ അയക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അത് കിട്ടുന്നത് വരെ നിങ്ങൾ യെരൂശലേമിൽ പോയി കാത്തിരിക്കണം. അങ്ങനെ ശിഷ്യന്മാർ പോയി അത് വരുന്നത് വരെയും യെരൂശലേമിൽ കാത്തിരുന്നു. 10ാമത്തെ ദിവസം കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ ഒരൊറ്റ ഊത്തൂതി ശിഷ്യന്മാരുടെ മേൽ. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആദമിൻ്റെ മേൽ ഊതിയ ഊത്ത് ആദം നഷ്ടമാക്കി. ഒടുക്കത്തെ ആദമായ യേശു ആ ഊത്ത് പിതാവിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങി. താൻ മരിക്കുന്നതിന് മുന്നമേ പിതാവിങ്കിലേക്ക് ഈ ആത്മാവിനെ ഊതിയേൽപ്പിച്ചു. തൻ്റെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്ന് ശിഷ്യന്മാരുടെ മേൽ ഒന്ന് ഊതി. എന്നിട്ട് പറഞ്ഞ്, ഇത് നിഴലാണ്, ദൃഷ്ടാന്തമാണ്. ഇതെല്ലാം യേശു ഒത്തിരി നിഴലുകൾ കാണിച്ചിട്ടുണ്ട്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഊത്ത് എൻ്റെ പിതാവാണ് ഊതേണ്ടത്, അതിനുവേണ്ടി കാത്തിരിക്കുക. അവർ കാത്തിരിക്കുമ്പോൾ പിതാവ് ഒരൊറ്റ ഊത്തൂതി. എല്ലാവരും ആത്മനിറവിലായി. എന്തിനു വേണ്ടിയാ? എൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, അങ്ങയുടെ രാജ്യം വരണമേ. എന്തിനാ? എൻ്റെ മേൽ ആത്മാവ്, ദൈവരാജ്യം കൊണ്ടുവരുവാൻ, ദൈവിക കൾച്ചർ കൊണ്ടുവരുവാൻ, ദൈവിക സ്വാതന്ത്ര്യം കൊണ്ടുവരുവാൻ. അഭിഷേകത്തിൻ്റെ ഉദ്ദേശം ദൈവിക സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുക. നിങ്ങൾ പോകുമ്പോൾ എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന്, എൻ്റെ രാജ്യം സ്ഥാപിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുക. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ പറഞ്ഞയച്ചത്, പരിശുദ്ധാത്മാഭിഷേകത്തോടെ പറഞ്ഞയച്ചത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചില വാചകങ്ങൾ ഒന്ന് ചേർക്കാൻ പോകാം. ഞാൻ ഇനി അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിൽ വരെ വന്നു. ഇവിടെ നിന്നുകൊണ്ട് ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്തുവാ? അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിച്ചു എന്ന് പറയുന്നത്. ഭാഷ നന്നായി അറിയാവുന്നവർ, അതായത് ഗ്രീക്ക് ഭാഷയും ഇംഗ്ലീഷും കൂടെ നന്നായി അറിയാവുന്നവർ പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് ഒരു അഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. വായിച്ചു വരുമ്പോൾ നമുക്കും അറിയാം നമ്മുടെ തർജ്ജമ ശരിയല്ലെന്ന്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ഒരു അഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ മുകളിൽ ഒരു അഗ്നിഗോളം വന്നു നിന്നു. തീയ് ദൈവത്തിൻ്റെ ഭയങ്കരത്വത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും കാണിക്കുന്നതാണ്. തീയ് ദൈവത്തെ തന്നെ കാണിക്കുന്നതാണ്. ഒരു അഗ്നിഗോളം വന്നവരുടെ മേൽ നിന്നു. ആ ഗോളത്തിൽ നിന്ന് ചിന്നിച്ചിതറിയ ജ്വാലകൾ, ആ ഗോളത്തിൽ നിന്ന് ചിന്നിച്ചിതറിയ ജ്വാലകൾ വന്ന് ഓരോരുത്തൻ്റെ മേൽ പതിച്ചു. എല്ലാ ജ്വാലയും ഒരുത്തൻ്റെ മേൽ പതിക്കുകയല്ല, എല്ലാവരുടെ മേലും എല്ലാ ജ്വാലയും വരത്തില്ല. അവനവൻ്റെ മേൽ പതിയേണ്ട ജ്വാല അവനവൻ്റെ മേൽ. എൻ്റെ മേൽ പ്രസംഗത്തിൻ്റെ ജ്വാല വീണെങ്കിൽ, കർത്താവിൻ്റെ ദാസൻ്റെ മേൽ പ്രസംഗത്തിൻ്റെ ജ്വാല വീണെങ്കിൽ, പാടിയ സഹോദരന്മാരുടെ മേൽ പാട്ടിൻ്റെ ജ്വാല വീണു. ഇതിനകത്തിരിക്കുന്ന ഓർഗനൈസ് ചെയ്യുന്നവരുടെ മേൽ ഓർഗനൈസേഷൻ്റെ ജ്വാല വീണു. ഇതിനകത്തിരിക്കുന്ന ധനം സമ്പാദിക്കുന്നവരുടെ മേൽ ധനസമ്പാദനത്തിൻ്റെ ഇത് വീണു. നിങ്ങൾക്കറിയാമോ, സഭയ്ക്ക് പണമില്ലാതെ ഒക്കത്തില്ല. സഭയ്ക്ക് പണമില്ലാതെ ഒക്കത്തില്ല. ഇതില്ലെങ്കിൽ സഭ വളരത്തില്ല. സഭയ്ക്ക് ഇത് വേണം. ഇത് ആദ്യം മുതൽ ആവശ്യമാണ്. ഒരുപാട് പേര് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ പറയാറുണ്ട്, സഭയിലൊന്നും കൊടുക്കരുത്, ഞങ്ങളെപ്പോലെ ഒരു പണിക്കും കൊള്ളുകയില്ലാത്ത ഞങ്ങൾക്കൊക്കെ തന്നേക്കണം. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൽ 5 ആത്മാക്കളെ നേടാത്ത, ജീവിതത്തിലൊരു സഭ സ്ഥാപിക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കാത്ത, ഒരു പണിയും ചെയ്യാത്ത, കഴിയുമെങ്കിൽ ആളുകളെ പിരിച്ചു വിടുക മാത്രം ചെയ്യുന്ന. കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പദമുണ്ട്, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചെതറിക്കും. ഒരു നിരൂപണ ലേഖനം വായിച്ചാൽ 100 പേരാ ചെതറുന്നത്. എന്നോടുകൂടെ ചേർക്കാത്തവൻ ചെതറിക്കും. ഇങ്ങനെ ചെതറിച്ചുകൊണ്ട് നടക്കുന്നവൻ വരെ നിങ്ങളുടെ സഭയിൽ ഒന്നും കൊടുക്കരുത്, മൊത്തം എനിക്കാ തരേണ്ടത്, ഞാൻ ചെതറിക്കട്ടെ, ഇതവൻ പറയും. പക്ഷെ ബൈബിൾ പറയുന്നത് അങ്ങനൊന്നും അല്ല. ബൈബിൾ പറയുന്നത് ദൈവസഭ വളരണമെങ്കിൽ ദൈവസഭയ്ക്ക് ഒത്തിരി ഘടകങ്ങൾ വേണം. അതിലൊന്ന് സാമ്പത്തികമാണ്. ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്ന സമയത്ത് 22 അംഗങ്ങളുള്ള ഞങ്ങളുടെ കുട്ടിസഭയിൽ ഒരാഴ്ചത്തെ സ്തോത്ര കാഴ്ചയും ദശാംശവും എല്ലാം കൂടെ ചേർന്ന് 7 രൂപ 45 പൈസ വരെ വന്നിട്ടുണ്ട്. 50 പൈസ തികഞ്ഞിട്ടില്ല. 7 രൂപ 45 പൈസ വരെ വന്നിട്ടുണ്ട്. 7 രൂപ 50 പൈസ തികച്ചു ഞങ്ങൾക്ക് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല. സ്തോത്ര കാഴ്ച എണ്ണുന്നയാൾ സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, ട്രഷറർ ആണെങ്കിൽ ട്രഷറുടെ ഒരു 5 പൈസയോ 10 പൈസയോ 25 പൈസയോ കൂടിയിട്ട് 7.5 എന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു പതിവ്. സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഞ്ഞമില്ലാതെ കർത്താവ് ഞങ്ങളെ നടത്തി. ഒരാളിനോട് പോലും പൈസ ചോദിച്ചിട്ടില്ല, നോട്ട് വൺ.
പക്ഷേ സമൃദ്ധിയിൽ നിന്ന് ആളുകൾ കൊണ്ട് കൊടുക്കും. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ, ജനുവരി അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ, കഴിഞ്ഞ ഡിസംബർ വരെ അന്നന്നത്തെ ജീവിതത്തിന് ആവശ്യമുള്ളത് കിട്ടുന്നില്ല പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുണ്ട്, ജീവിതം അല്പം പ്രയാസമാണെന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ എനിക്കുണ്ടായിരുന്നു. PhD കാരനാണ്, ഒരു കോളേജ് പ്രൊഫസർ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കാണാൻ എപ്പോഴെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും 4 ആപ്പിളോ 4 ഓറഞ്ചോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടേ വരൂ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ബ്രദറെ ദൈവത്തെ ഓർത്ത് ഇത് ചെയ്യരുത്, നിന്നെ പോലെ 10 പേര് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തിന്നാനും വയ്യ, അതുപോലെ ഉണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് കൊണ്ടുവരരുത്, ഇത് ചെയ്യരുത്. പുള്ളി എപ്പോഴും പറയും, അങ്ങനെ അല്ല പാസ്റ്ററെ, ഞാനിത് എൻ്റെ അകത്തങ്ങ് തോന്നുന്നു, എന്തെങ്കിലും ദൈവം അനുഗ്രഹിക്കും. മിനിഞ്ഞാന്ന് ആ മനുഷ്യൻ എൻ്റെ അടുക്ക വീട്ടിൽ വന്നു, ഒരു 5 കിലോ ഓറഞ്ചും കൊണ്ട്, ഒരു വലിയ ബാഗിനകത്ത് 5 കിലോ ഓറഞ്ച്. ഞാൻ ചോദിച്ചു, ബ്രദറെ എന്നെ പണിയായി കാണിച്ച്. അല്ല, ഗസ്റ്റ് വരുന്നവർക്ക് ഓരോന്നങ്ങ് കൊടുത്തയക്ക്. പാസ്റ്ററെ എൻ്റെ സാഹചര്യം അങ്ങ് മാറി പാസ്റ്ററെ. എന്നുവെച്ച് എന്തോ പറ്റി, ഈ വർഷം എനിക്കൊരു 3 ലക്ഷം രൂപ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. എൻ്റെ കുറേ അരിയേഴ്സ് ചേർത്ത് ഈ മാസം ഇനി തന്നു, ഒരു 3 ലക്ഷം രൂപ ഈ കിട്ടിയതിന് മാത്രം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായി വരും. അതുപോലെ ദൈവം എന്നെ അങ്ങ് വളർത്തി. ഇന്നലെ വൈകിട്ട് ഞാനൊരു വീട് വിസിറ്റ് ചെയ്യാൻ പോയി. വൈകിട്ടില്ല, ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ വീട്ടിൽ ചെന്ന് ലഞ്ച് കഴിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോയി. ഒരു കവർ എടുത്ത് എൻ്റെ തന്നേച്ച് പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരു ലാഭം കിട്ടിയതിൻ്റെ ഒരു ദശാംശം ഞാൻ ചർച്ചിന് തരിക, ഇത് പാസ്റ്റർ അങ്ങ് കൊടുത്തേക്കണേ, അക്കൗണ്ട് സെക്ഷനിൽ കൊടുത്തേക്കണേ. ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കുന്നതിന് മുമ്പ് തുറന്നു നോക്കിയപ്പോൾ 1 ലക്ഷത്തിൻ്റെ ചെക്ക. ഇപ്പം ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ, എന്നോട് പറഞ്ഞ് ഈ ജനുവരി 1 തീയതി മുതൽ ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ ഒരു ദശാംശം മാത്രം, 1 ദശാംശം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലുണ്ട്, 1 ദശാംശം മാത്രം ഞാൻ തരിക പാസ്റ്ററെ, ഇതങ്ങോട്ടൊന്ന് കൊടുത്തേക്കണേ. ഞാനതുകൊണ്ട് കൊടുത്തേച്ച് ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചു. 1 തീയതിക്ക് ശേഷം ഗൗരവമായി ചേഞ്ച് ഉണ്ട്. എന്നോട് പറഞ്ഞു, ഭയങ്കര ചേഞ്ചാ പാസ്റ്ററെ, 1 തീയതിക്ക് ശേഷം ഭയങ്കരമായി ചേഞ്ച്. എന്നെ പറ്റി തരുന്നവനായ ദൈവത്തെക്കുറിച്ച് അറിയാനിടയായി. ഒരഗ്നിഗോളം അവരുടെ മുകളിൽ പ്രത്യക്ഷമായി. ഒരു ദിവസം കൊണ്ട് പ്രത്യക്ഷമാകുന്നതല്ല അഗ്നിഗോളം. ഇതിനെക്കുറിച്ച് തറവായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അഗ്നിഗോളത്തിനകത്ത് ഒരുപാട് എലിമെൻസ് ഉണ്ട്. ഒരുത്തിന് പ്രവചനത്തിൻ്റെ ആത്മാവ്, വേറൊരുത്തിന് പ്രസംഗത്തിൻ്റെ ആത്മാവ്, ഇനി ഒരാളിന് രോഗശാന്തിയുടെ ആത്മാവ്, ഇനി ഒരുത്തിന് ഭൂതശാന്തികളുടെ ആത്മാവ്, ഒരുത്തിന് സഭയ്ക്ക് വേണ്ടി സ്ഥലം സമ്പാദിക്കുന്നതിൻ്റെ ആത്മാവ്. ഒരുപാട് ആത്മാക്കളെ ഒരുമിച്ച് ചേർത്ത ഒരൊറ്റ അഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. ആ ഗോളത്തിൽ നിന്ന് ചിന്നിച്ചിതറിയ ജ്വാലകൾ ഓരോരുത്തൻ്റെ മേൽ വന്നു പതിച്ചു. എൻ്റെ കർത്താവ്, എഴുതാനുള്ള ജ്വാല ചിലരുടെ മേൽ വന്നെങ്കിൽ നന്നായിരുന്നു. പരിശുദ്ധാത്മാവിന് അനുകൂലമായി ദൈവസഭയ്ക്ക് വേണ്ടി എഴുതുവാനുള്ള ജ്വാല ചിലരുടെ മേൽ വന്നെങ്കിൽ നന്നായിരുന്നു. കൊടുക്കുവാനുള്ള ജ്വാല, ധനം സമ്പാദിക്കാനുള്ള ജ്വാല ചിലരുടെ മേൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. രോഗശാന്തിയുടെ ജ്വാല, ഭൂതശാന്തിയുടെ ജ്വാല, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിൻ്റെ ജ്വാല ചിലരുടെ മേൽ വന്നെങ്കിൽ കൊള്ളായിരുന്നു. രണ്ട് ഒരു അഗ്നിഗോളം അവർക്ക് മീതെ പ്രത്യക്ഷപ്പെട്ടു. ആ ഗോളത്തിൽ നിന്നും ചിന്നിച്ചിതറിയ ജ്വാലകൾ ഓരോരുത്തൻ്റെ മേൽ വന്നു പതിച്ചു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അന്യഭാഷ സംസാരിച്ച് നിർത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്, അന്യഭാഷ സംസാരിച്ച് തുടങ്ങി. അവിടെ കൊണ്ടൊന്നും തീരുകയില്ല, ഇതിങ്ങനെ അങ്ങ് തുടർന്നു പോകും കേട്ടോ. അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. പലവിധ കാര്യങ്ങൾ ദൈവം അവരെ ഏൽപ്പിച്ചത് ഓരോന്നായി അവർ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മിൽ ചിലർ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകുമോ? ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാകുമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-36 വാക്യങ്ങളിൽ യേശു ഒരു അശുദ്ധാത്മാവിനെ ശാസിക്കുന്ന കാര്യം കാണാം. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും തുടങ്ങിക്കോട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേക ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ അനുവദിച്ചില്ല. ഭൂതങ്ങൾക്ക് യേശുവിനെ നന്നായി അറിയാം. ഞാൻ കോട്ടയത്ത് കുറേ വർഷങ്ങളായി, ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, കോട്ടയത്ത് ഒരു കൺവെൻഷന്, 10 അല്ല ഒരു 15 വർഷത്തിൽ കുറയില്ല, ഒരു കൺവെൻഷന് പ്രസംഗിച്ച്. അന്ന് എൻ്റെ അമ്മ ജീവനോടുണ്ട്. അമ്മ മരിച്ചിട്ട് 14 വർഷമായി. കോട്ടയത്തെ ആ കൺവെൻഷൻ കഴിഞ്ഞ് രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കണം, അമ്മയെ ഒന്ന് കാണാം, വീട്ടിൽ വന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് തിരുവനന്തപുരത്തിന് അപ്പുറത്തെങ്ങാണ്ട് ഒരു കൺവെൻഷൻ, ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, അതിന് പോകണം. അതിനുവേണ്ടി എല്ലാം തയ്യാറായി ഞാൻ വന്നിരിക്കുക. കോട്ടയത്തെ കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ ഒരു ദൈവദാസൻ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച് ഹോളിനകത്ത് നമ്മുടെ ചർച്ചിൽ പെടുന്ന ഒരു മാതാവ് ഒരു ഭൂതബാധിതയാൽ ബന്ധപ്പെട്ട് കിടക്കുക. നമ്മുടെ ചർച്ചിൽ വരുന്ന മാതാവിന് ഭൂതവും പസെ പറ്റി കിടപ്പുണ്ട്, ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ, ദയവായിട്ട് വാ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇന്ന് രാത്രി ഒത്തിരി കമ്മിറ്റ്മെൻ്റ് ഉണ്ട്,
അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടാൽ പോരും. വിടത്തില്ല, ഞങ്ങളുടെ ആളുകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു ഞാനിവിടെ വരും. എൻ്റെ തൊണ്ടയൊക്കെ അന്ന് വല്ലാതെ അടച്ചിരിക്കുകയാണ്. ഞാൻ അന്ന് ഉറക്കെ സംസാരിക്കുമായിരുന്നു. ഇന്ന് ഉറക്കെ സംസാരിക്കാൻ എനിക്ക് ഒക്കത്തില്ല, ശ്വാസകോശത്തിലൊന്നുമില്ല, അതുകൊണ്ടാണ് ഒക്കാത്തത്. അന്ന് ഞാൻ ഉറക്കെ സംസാരിക്കുമായിരുന്നു, തൊണ്ടയെല്ലാം അടച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പാസ്റ്റർ, ഞാനിവിടെ വന്ന ഉടനെ ഒരു ചായ, ഒറ്റ ചായ എനിക്ക് വേണ്ടി വെക്കണം. അത് തിളയ്ക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. തിളച്ച് കഴിയുമ്പോൾ കുടിച്ചുകൊണ്ട് സ്ഥലം വിടും. അത്രയും നേരത്തെ പ്രാർത്ഥനയേ ഉള്ളൂ. അത് സമ്മതിക്കാമെങ്കിൽ എല്ലാവർക്കും കൂടെ ചായ ഇട്ട് തിളച്ച് വരാൻ നേരം എടുക്കും. എനിക്ക് ഒരു കപ്പ് മാത്രം. അതിന് തയ്യാറാണെങ്കിൽ വരാം. പുള്ളി അതും സമ്മതിച്ചു. അതും സമ്മതിച്ച് ഞാൻ അവിടെ ചെന്നുടനെ ഈ അമ്മച്ചിയെ കണ്ടു. തലയിലോട്ട് കൈവച്ചു, ഒന്നലറി വെച്ച് പറഞ്ഞു, ഞാനിവളെ കൊന്നിരിക്കും. കാരണം ഭൂതം ബാധിച്ച ഒരു പുരുഷന്റെ ഭൂതത്തെ പറഞ്ഞു വിടുവാൻ വേറെ ആരും ഇല്ലാഞ്ഞപ്പോൾ ഈ അമ്മച്ചി കൊണ്ട് കൈവച്ചതാ. അമ്മച്ചിയിലോട്ട് കയറി ഭൂതം. ഈ അമ്മച്ചി ഭൂതാത്മാവില. അമ്മച്ചിയുടെ 3-4 മക്കളുള്ളവന്മാരെല്ലാം ഗുണ്ടകളാണ്. അവരാരും സ്നാനപ്പെട്ടതുമല്ല, രക്ഷിക്കപ്പെട്ടതുമല്ല. അവരെല്ലാം കൂടി ഉപദേശിയോട് പറഞ്ഞ് എൻ്റെ അമ്മയെ ശരിയാക്കി തന്നില്ലെങ്കിൽ തന്നെ ഓടിച്ച് കഷണങ്ങളാക്കും. ഉപദേശിയെ ഓടിക്കുമെന്ന് ഉപദേശിക്കറിയാം. എന്നെ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങേരെ എൻ്റെ പുറകെ വന്നത്. ഞാനിവളെ കൊന്നിരിക്കും. ഞാൻ ചോദിച്ചു, നീ ആരാ? നിനക്ക് എന്നാ റൈറ്റ്? അതോ ഒരു പുരുഷന്റെ തലയിൽ കൈവെക്കുവാൻ സ്ത്രീക്ക് ബൈബിൾ അനുവാദം കൊടുക്കുന്നില്ല. ഇവൾ ഒരു പുരുഷന്റെ തലയിൽ കൈവച്ചു. ഇവൾ എൻ്റെ അധീനതയിലാണ്. ഞാൻ ഇവളെ കൊന്നിരിക്കും. 2, എന്നെപ്പോലൊരു ശക്തിയെ ശാസിക്കത്തക്ക ആത്മകരുത്ത് ഈ സഭയ്ക്കില്ല. കരുത്തില്ലാത്തവന്മാർ വന്നു ചെയ്തു, ഞാൻ കൊന്നിരിക്കും. 3, എന്നെപ്പോലൊരാളിനെ പറഞ്ഞു വിടത്തക്ക ജീവിത വിശുദ്ധി ഈ സ്ത്രീക്കില്ല. ഈ 3 കാരണങ്ങളാൽ ഞാൻ ഇവളെ കൊന്നിരിക്കും. ഞാൻ പോവുകയില്ല. എടുത്ത വയലെ പാസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ 21 ദിവസവും ഇത് തന്നെയാണ്. എന്നെ 21, ഞങ്ങൾ 21ൻ്റെ ഉപവാസം ഇന്നലെയാണ് തീർത്തേ. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, കേരളത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാർ വന്ന് 21 ദിവസം ഉപവസിച്ച് പരാജയപ്പെട്ട ഈ കേസിൽ ഞാൻ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? എനിക്കാണെങ്കിൽ ചായ തിളച്ച് കിട്ടിയാൽ പോകാമെന്നൊരു ചിന്തയിലാണ് ഞാൻ. പെട്ടെന്ന് എൻ്റെ അകത്ത് ഏതാണ്ടൊരു ആത്മപ്രേരണ. ഞാൻ ആ അമ്മച്ചിയുടെ തലയിൽ തന്നെ കൈവച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പിശാചേ, നീ പോന്നോ ഇല്ലയോ എന്ന് ചോദിക്കാനല്ല ഞാൻ വന്നേ. നിന്റെ ക്ലെയിം എന്തുവാന്നുള്ള എൻക്വയറിക്കും അല്ല ഞാൻ വന്നേ. ഞാൻ എൻക്വയറി കമ്മീഷനിലല്ല, നിന്നെ പറഞ്ഞു വിടാൻ വന്നതാ. യേശുവിൻ്റെ നാമത്തിൽ പാൻ പറഞ്ഞു. അത് എന്നെ ശാസിക്കാനുള്ള ജീവിത വിശുദ്ധി അവർക്കില്ല. ഞാൻ പറഞ്ഞു, നീ ആരാ അവിടെ ജീവിത വിശുദ്ധി ഇളക്കാൻ? നിന്നെ ആരാ അളവുകോലാക്കി? ഗെറ്റ് ഔട്ട്. ഒന്നലറി. എന്നിട്ട് പറഞ്ഞു, എന്നാലും ഈ സഭയ്ക്ക് അതിനുള്ള കരുത്തില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഉമ്മായിരുന്നു. നിന്നോടാരും ചോദിച്ചു സഭയുടെ കരുത്ത്? നീ ആരാ സഭയുടെ കരുത്തിളക്കാൻ? നിന്നോട് പോകാനാണ് പറഞ്ഞു. പോക്കോളാമേന്നൊരു അലറിച്ച കിട്ടു. വീണൊന്നുരുണ്ടു, സ്ഥലം വിട്ടു. കൃപയാൽ ആ സ്ത്രീ ആരോഗ്യത്തിലായി. നിങ്ങൾ ചിലരെ ഭൂത ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കട്ടെ. ഞാൻ എൻക്വയറി കമ്മീഷൻ വന്നതല്ല എന്ന പദം എൻ്റെ അകത്ത് വന്നത് ഞങ്ങളുടെ പിള്ളേരുടെ വായിന്ന. ഞങ്ങളുടെ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു, 9 വയസ്സ് 10 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ബേഥേലിൽ ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ആ പിള്ളേരുടെ വായിൽ നിന്ന് ഞാൻ കേട്ട പദമാണ് ഞാൻ ഈ ആവർത്തിച്ചത്. അല്ലാതെ മുതുകൻ്റെ വായിൽ നിന്ന് വന്ന പദമല്ല. അന്ന് ഞാൻ മുതുകനല്ല, 10-15 വർഷം പുറകില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് പറയുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ? നമുക്കൊരു തലമുറയെ ദൈവം തരണം. നമ്മുടെ പ്രായമുള്ളവരെ ദൈവം ഉപയോഗിക്കണം. നമ്മുടെ യൗവനക്കാരെ ദൈവം ഉപയോഗിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരെ ഇങ്ങോട്ട് വിളിച്ചേച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാനാവ്യാധികളാൽ വലഞ്ഞിരിക്കുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. ഭൂതങ്ങളെ കൊണ്ട് വർത്താനം പറയിപ്പിക്കാൻ പാടില്ല എന്നൊരു സിസ്റ്റം നമ്മുടെ കുറേ സഭകളിലൊക്കെ ഉണ്ട്. അത് ഈ വാക്യത്തെ ആസ്പദിച്ച. പക്ഷെ തിരുവചനം വായിച്ചാൽ ഒരുപാടിടത്ത് ഭൂതങ്ങളെ കൊണ്ട് യേശു സംസാരിപ്പിച്ചു. അതിനോട് അങ്ങോട്ട് ചോദിച്ചതിനെ കൊണ്ട് മറുപടി വാങ്ങിച്ചു. എല്ലായിടത്തും ഒന്നല്ല മെതേഡ്. അത് ശുശ്രൂഷ ചെയ്യുന്നവന് മെതേഡ് അറിയാം, അവൻ ചെയ്തോളും. വഴിയെ പോയ നമ്മൾ എന്തിനാ ഇതിനകത്ത് ഇടപെടാൻ പോകുന്നത്? ശുശ്രൂഷ ചെയ്യുന്നവൻ അതിൻ്റെ മെതേഡ് അറിയാം, അവൻ ചെയ്തോളും. യേശു പലയിടങ്ങളിൽ ഭൂതങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു, അങ്ങോട്ട് ചോദിച്ചു മറുപടി വാങ്ങി. പക്ഷേ യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുമെന്നുള്ള രംഗങ്ങളിൽ സംസാരിപ്പാൻ അവയെ അനുവദിച്ചില്ല. കാര്യം അത് അറിയേണ്ടതിന് മുമ്പേ ആരും അറിയാതിരിപ്പാൻ യേശു ആഗ്രഹിച്ചു. ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 35-36 വാക്യങ്ങളിൽ മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ടു, കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയം ഉണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിൻ്റെ മേലുള്ളായിരുന്ന ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി.
ഇനി ഞാനൊന്ന് തിരിച്ചു വരട്ടെ. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. പഴയ നിയമ ഭക്തന്മാരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യേശു അപ്പം വർദ്ധിപ്പിച്ചു. പഴയ നിയമ ശുശ്രൂഷകന്മാരും അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എണ്ണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കി. പഴയ നിയമവിശുദ്ധന്മാരും രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ പഴയ നിയമഭക്തന്മാരിൽ ഒരാൾ പോലും ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. ഭൂതത്തെ പുറത്താക്കാൻ ആകെ കഴിഞ്ഞത് യേശുവിൻ്റെ കാലം മുതലാണ്. അതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിൽ തുടങ്ങുന്ന ഭൂതത്തെ പുറത്താക്കുക. ഇതുവരെ ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ലഗിയോൻ ബാധിച്ച ഒരു വ്യക്തിയുടെ കാര്യമായി പറയുന്നത്. നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര്, ഞങ്ങൾ പലരാണ്, ലഗിയോനാണ്, ഞങ്ങൾ പലരുണ്ട്. യേശു പറഞ്ഞു, ആ കുട്ടിയെ വിട്ടുപോ, അവനെ വിട്ടുപോ. അതോടനെ പറഞ്ഞു, കർത്താവേ, ഇവനിൽ നിന്ന് പോകാൻ ഞങ്ങളോട് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം തരണം, പൊക്കോളാം. യേശു പറഞ്ഞു, പൊയ്ക്കോ, ന്യായമായത് നിനക്കും തരാം, പോ. ഒരു കാര്യം ഓർക്കണം, പിശാചിനൊരു സഭയിൽ കയറി എന്തെങ്കിലും ഒരു അനാവശ്യം കാണിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ പറയുന്നുണ്ട്, ഇന്നാരെയും ഒന്ന് വിട്ടുതരാമോ എന്ന് ചോദിച്ചാൽ ചിലതിനെയൊക്കെ വിട്ടുകൊടുക്കും. ഇവളെ വിട്ടുകൊടുത്താലും ഇവനെ വിട്ടുകൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളതിനെയൊക്കെ വിട്ടുകൊടുക്കും, അല്ല തന്നെ വിട്ടുകൊടുക്കത്തില്ല. പത്രോസേ, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിക്കാൻ പിശാച് എൻ്റെ അടുക്ക വന്നതാ. പക്ഷെ നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് തയ്യാറല്ലാഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടില്ല. ഇവിടെ ഭൂതഗ്രസ്തനായ മനുഷ്യനോട് ഭൂതങ്ങൾ ചോദിച്ചു, അടുത്തുള്ള പന്നിയിലേക്ക് പോകാൻ അനുവാദം തരാൻ യേശു പറഞ്ഞു, പൊയ്ക്കോ, സൗകര്യം പോലെ പൊയ്ക്കോ. യോഗ്യമായതിലെ അനുവാദങ്ങൾ പലതും കർത്താവ് കൊടുക്കും. എന്നാൽ തൻ്റെ റിസർവേഷനിലുള്ളതിനെ ഒരിക്കലും നാം വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാര്യം ദൈവത്തിൻ്റെ റിസർവേഷനിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഒരാത്മാവിൻ്റെ കവറിങ്ങിലാണെങ്കിൽ ആ ദൈവിക റിസർവേഷനിലുള്ളതാകയാൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ ഒരു ശക്തിയെ താൻ അനുവദിക്കത്തില്ല. പഴയ നിയമത്തിലെ 1-ാമത്തെ കവനന്റിനെ കുറിച്ച്, ദൈവം ജനവുമായി ചെയ്യുന്ന രോഗശാന്തിയെ കുറിക്കുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ പോകാം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ദൈവം ജനവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഉടമ്പടി. എന്നിട്ട് വേണം ന്യായപ്രമാണം ജനത്തിന് കൊടുക്കാൻ. 10 കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുന്നമേ ജനവുമായി ദൈവത്തിന് ഒരു ഉടമ്പടി വേണം. ഒരിക്കല് ഞങ്ങളുടെ ചർച്ചിനോട് ബന്ധപ്പെട്ട് ഒരു കേസുണ്ടായി. കർത്താവദാസൻ പറഞ്ഞായിരുന്നു 10-100 കേസ്. അത് സുപ്രീം കോടതി തന്നെ പോയതാ, ഒത്തിരി എണ്ണം. ഒരു ദിവസം 72 കേസ് ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തു. ഒറ്റ ദിവസം 72 പേർ ഓരോ കേസ് ഒറ്റയ്ക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇവിടെ ക്രിസ്ത്യാനികൾ പാടില്ല ഈ ആശയത്തിൽ 72 പേര്. അതൊക്കെ അങ്ങനെ ഒത്തിരി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ കോടതിയിൽ പോയ ഒരു കേസ് ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി മറ്റേ പുള്ളിക്കാരനും ക്രിസ്തീയ പേരാ ഉള്ളത്. മറുഭാഷയൊക്കെ പറയും. മറുഭാഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ല, പിശാചിൽ നിന്ന് പ്രാപിച്ച മറുഭാഷ, അതൊക്കെ പറയുന്ന ഒരു പുള്ളിയാണ്. PG എന്നോട് പറഞ്ഞു, അവൻ്റെ പേരും പാസ്റ്റർ എന്നല്ലേ, അതുകൊണ്ട് എമേവറീസ് ഒരു കാര്യം ചെയ്യും, നിങ്ങളെ 2 പേരെയും വിളിച്ച് ഞാൻ ഒന്ന് ഒരുമിച്ചിരുത്തി സംസാരിക്കാം, നമുക്കിത് ഇവിടെ കൊണ്ടങ്ങ് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞു, വളരെ ഉപകാരം. അത് വരുന്നതിന് മുമ്പേ നിങ്ങൾ 2 പേരും ഒരു കാര്യം ചെയ്യണം, ഒരു വെള്ളക്കടലാസിൻ്റെ അടിയിൽ ഒപ്പിട്ട് എനിക്ക് തരണം. ഞാനതിൽ എന്തെഴുതിയാലും നിങ്ങൾ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, അതിന് വേറെ ആരെങ്കിലും വിളിയാൻ പറ്റത്തില്ല. ഞങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സ്നേഹിതരാണ്. ഇങ്ങനൊരു കണ്ടീഷൻ ഞാനില്ല. കാര്യം അവൻ പറയുന്നതിൻ്റെ പകുതിയും കൂടി എൻ്റെ അതിനകത്ത് കൊണ്ട് എഴുതി വെച്ചാൽ നത്തിങ് ഡൂയിങ്. കോടതി തീരുമാനിക്കട്ടെ, അവിടെ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കട്ടെ, അന്നേരത്തെ ഞാൻ തയ്യാറാണ്. സാറിൻ്റെ അടുക്കൽ ഞാൻ ഒരു പ്ലെയിൻ പേപ്പറിൽ ഒപ്പിട്ട് തരത്തില്ല. പുള്ളി പറയുന്ന പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് നിർത്തിയേക്കാം. ഞാൻ നിർത്തിക്കോ, കുഴപ്പമില്ല. യേശു അല്ലെ ദൈവം ഇതുപോലൊരു വ്യവസ്ഥയ്ക്കാണ് തയ്യാറ്. പക്ഷെ ഒരല്പം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂടെ ഒരു താഴ്വരയിലോട്ട് കൂട്ടി. 2 മലകളുടെ ഇടയിലാണ്. ഒരു മലയിലോട്ട് നിന്ന് അനുഗ്രഹം പറയണം, മറ്റേ മലയിലോട്ട് നിന്ന് ശാപം പറയണം. ഈ 2 മലകളുടെ ഇടയിൽ ഇവരെ നിർത്തിക്കൊണ്ട് മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ ഒരു പർവ്വതത്തിൽ കയറ്റും. ഈ താഴ്വരയിൽ വെച്ച് ഈ ജനം എന്നോടൊരു നിയമം ചെയ്യണം. 19-ാമത്തെ അധ്യായത്തിലുണ്ടത്. ഒരു നിയമം ചെയ്യണം. ആ നിയമത്തിൽ എനിക്ക് ജനത്തോട് പറയാനുള്ളത് അപ്രോക്സിമേറ്റ്ലി ഇന്നതൊക്കെയാണ്. പ്രധാന പ്രമാണങ്ങൾ ഇതൊക്കെയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രധാന ക്ലോസുകൾ ഇന്നതാണ്. അതുമാത്രം പറഞ്ഞു, പ്രമാണം വ്യക്തമാക്കിയില്ല. ഇത് മുഴുവനും ഇവരനുസരിക്കുമെന്ന് എന്നോട് ഉടമ്പടി ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് അവരോട് എന്തെങ്കിലും പറയാനുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, യേശുവും ഞാനും കൂടി ഒന്നിച്ചു പൊക്കോളാം,
എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുത്ത ശേഷമേ ദൈവം എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. അങ്ങനെ മോശ ജനത്തെ വിളിച്ചുകൂട്ടി അവരുടെ നടുവിൽ നിന്ന് ഒരു 3 പുരോഹിതന്മാരെ മുന്നോട്ട് വിളിച്ചു. ജനം മുഴുവനും 6 ലക്ഷം കുടുംബങ്ങൾ ഒന്നിച്ച് നിൽക്കുക. അതിനിടയിൽ നിന്ന് ഒരു 3 പുരോഹിതന്മാരെ മുന്നോട്ട് വിളിച്ചു. അവരുടെ പുറകിലോട്ട് ഒരു 70 നേതാക്കന്മാരെ വിളിച്ച് മുന്നോട്ട് നിർത്തി. 3 പുരോഹിതന്മാർ, 70 നേതാക്കന്മാർ, 73 പേരെ മുന്നോട്ട് വിളിച്ചു നിർത്തി. എന്നിട്ട് പ്രമാണങ്ങൾ മുഴുവനും ഈ 73 പേർ ആദ്യവും പുറകിൽ നിൽക്കുന്ന ജനം മുഴുവനും കേൾക്കത്തക്കവണ്ണം പറഞ്ഞു. ഇവിടെ ഒരു വലിയ ചോദ്യം വരും, 6 ലക്ഷം കുടുംബങ്ങൾക്ക് മുഴുവൻ കേൾക്കാമോ എന്ന്? കേൾക്കത്തില്ല. പക്ഷേ ഈ പ്രമാണികൾ ഇത് മുഴുവനും കേട്ടുകൊണ്ട് അവരുടെ ജോലിയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇനി ദൈവത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടായിരുന്നോ എല്ലാവരെയും കേൾപ്പിച്ചോ? എനിക്കറിയാൻ വയ്യ. രണ്ടായാലും ഇങ്ങനെയാണ് സംസാരിച്ചത്. ന്യായപ്രമാണം മുഴുവനും അവരോട് പറഞ്ഞിട്ട് ഇത് മുഴുവനും നിങ്ങൾ അനുസരിച്ച് പോകാൻ തയ്യാറാണോ? ജനം ഒരുമിച്ച് പറഞ്ഞു, ആന്നു, അനുസരിച്ച് പോകാൻ തയ്യാറാണ്. ആ സാഹചര്യത്തിൽ മോശ ആട്ടിൻകുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. യാഗപീഠങ്ങൾ പണിയാൻ പറഞ്ഞു. യാഗപീഠങ്ങൾ പണിതു, ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്നു. ആട്ടിൻകുട്ടികളെ അറുത്തു, അവയുടെ രക്തത്തിൽ കുറെ എടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ തളിച്ചു. യാഗം നടന്ന ശേഷം, തീരുമാനം ചെയ്ത ജനത്തിനു വേണ്ടി യാഗം നടന്ന ശേഷം മോശ ആ രക്തത്തിനകത്ത് ഈസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് ഒരു ബ്രഷ് പോലെ അതെടുത്ത് ജനത്തിൻ്റെ മേൽ നീട്ടി തളിച്ചു. കുറഞ്ഞപക്ഷം മുൻപിൽ നിൽക്കുന്ന 73 പേരുടെ മേൽ ആ രക്തം വീണു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ നിയമത്തിൻ്റെ രക്തം. ഈ നിയമത്തിൻ്റെ രക്തത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാൻ പോവുകയാ. എന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞു, നീ എൻ്റെ പ്രമാണങ്ങൾ മുഴുവനും അനുസരിച്ച് നടന്നാൽ ജാതികൾക്ക് വരുത്തിയ യാതൊരു ബാധയും നിനക്ക് വരുത്തത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. എൻ്റെ നിയമത്തിൻ്റെ രക്തത്തിനകത്ത് നിൽക്കുന്നവനോട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ജാതികൾക്ക് വരുത്തിയ യാതൊരു ബാധയും നിനക്ക് വരുത്തത്തില്ല. നിങ്ങൾ എൻ്റെ പ്രമാണത്തിൽ നിൽക്കണം. ഈ നിയമരക്തം നിങ്ങളുടെ മേലുണ്ട്. പുതിയ നിയമത്തിലുള്ളതും പഴയ നിയമത്തിലുള്ളതുമായ ശേഷം വിശ്വാസികളോട് പറയുന്നൊരു പദമുണ്ട്. കുഴികളിൽ അകപ്പെട്ടുപോയ ജനമേ, നിന്റെ നിയമരക്തം ഓർത്ത് ഞാൻ നിന്നെ കുഴിയിൽ നിന്ന് വിട്ടയക്കും. നിങ്ങളുടെ കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിട്ടയക്കുന്നത് നിയമരക്തം ഓർത്ത. അന്ന് ഇസ്രയേലിൻ്റെ മേലൊരു നിയമരക്തത്തെക്കുറിച്ച് 1 or 2 ഇടം കൂടെ തൊടാൻ എനിക്ക് ആശയമുണ്ട്, ഇന്ന് ഒക്കത്തില്ല. ആ നിയമരക്തം ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടയക്കും. നിങ്ങളുടെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിട്ടയക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തരുന്നൊരു പ്രേരണയ്ക്കൊത്തവണ്ണം, ഇന്ന് വിടുതലില്ല എന്ന് കണ്ട് കുഴികളിൽ അകപ്പെട്ടു പോയി എന്ന് മനസ്സിലായി കിടക്കുന്ന ആരൊക്കെ ഉണ്ടോ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ദൈവം മുമ്പിൽ ഒരു തീരുമാനം ചെയ്തു. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ A to Z. ദൈവം എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് അരുളി ചെയ്യും. ദൈവത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ഞാൻ അനുസരിക്കുമെന്ന് ദൈവത്തോട് ഒരു നിയമം ചെയ്യുക. ഞാൻ മറ്റൊരു ഉദാഹരണം തൊട്ടോട്ടെ, പെട്ടെന്ന് ദൈവത്തോട് നിയമം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അവരവരും ദൈവവും മാത്രം തിരിച്ചറിയുന്ന ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ദശാംശം വേദപുസ്തകത്തിൻ്റെ നിയമമാണ്. അത് കൊടുത്തേ പറ്റൂ. അതിന് പരീക്ഷണമൊന്നുമില്ല, അത് കൊടുത്തേ പറ്റൂ. ചില കാര്യങ്ങൾ നമുക്ക് പരീക്ഷിച്ച് തീരുമാനിക്കാവുന്നതുണ്ട്, ചിലത് നിയമം അനുസരിച്ചേ പറ്റൂ. കാറിനകത്ത് എന്ത് ഫ്യൂവലാണ് ഒഴിക്കേണ്ടത്, ആ കാർ മാനുഫാക്ചർ അത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഡീസൽ ഒഴിക്കണം, ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണം എഴുതിയിട്ടുണ്ട്. അത് നിയമം അനുസരിച്ചേ പറ്റൂ. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചാൽ കാർ ഓടുമെന്ന് പരീക്ഷിച്ച് നോക്കുന്ന പൊട്ടനെ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ? ഒരു പരീക്ഷണം നടത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചാൽ ഓടുമോന്ന് മോനെ പരീക്ഷിക്കാനുള്ളതല്ല നിയമം വേറെ. ഇങ്ങനെ ദൈവത്തിനൊരു നിയമമുണ്ട്. കിട്ടുന്നതിൽ 10-1 ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒരിക്കൽ എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു, കിട്ടുന്നതിൽ 5-1 കൊടുത്താൽ എന്നെ എടുക്കുമെന്ന് നോക്കാം. ആദ്യത്തെ 2-3 മാസം ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞതോടെ ദൈവം സ്ഥിതി മാറ്റി. 5-1 കൊടുത്താൽ ഒരു കുഴപ്പവും ഇല്ലെന്നായി. ഞാൻ വിദേശത്ത് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടുന്ന പണത്തിലെ 10% ഞാൻ എടുത്തുകൊണ്ട് 90% ദൈവവേലയ്ക്ക് കൊടുത്തു. അന്നും കർത്താവ് സുഖമായി നടത്തി. ഇന്ന് 99% കർത്താവിൻ്റെ വില കിട്ടുന്നുണ്ട്. 1% ഞാൻ എൻ്റെ പേർക്ക് എടുക്കും. അതുകൊണ്ട് സഭയും വളർന്നു, ഞാനും വളർന്നു, എല്ലാം വളർന്നു. അതെൻ്റെ ആവശ്യത്തിനുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന ഓരോ പ്രമാണങ്ങൾ ദൈവം അംഗീകരിക്കുന്നതാണെങ്കിൽ എൻ്റെ നിയമരക്തമാതാ. അവിടുന്ന് എനിക്ക് പുറകോട്ടാനൊക്കത്തില്ല. ഞാൻ 20% ദൈവത്തിന് കൊടുക്കുമെന്നൊരു പ്രമാണം എടുത്തപ്പോൾ എൻ്റെ മൂത്ത മോൻ സുനിൽ പാസ് എന്ന് അദ്ദേഹം വിളിക്കുന്ന എൻ്റെ മൂത്ത മോൻ ഒരു പ്രമാണം എടുത്തു, 40% ദൈവത്തിനാണ്. ഡാഡി 20 കൊടുക്കുന്നെങ്കിൽ ഞാൻ 40 കൊടുക്കുക. അവൻ എന്നേക്കാൾ സുഖമായി ജീവിക്കുന്നു, എന്നേക്കാൾ യോഗ്യമായി ദൈവം അവനെ നടത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നത്,
നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന പലതും ഉണ്ട്. ഈ ആഭരണങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് തൊട്ടു. അലങ്കാരങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ആദ്യമേ സീരിയസ് ആയി ചിന്തിക്കുന്ന വേറൊരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കൽ ഒരിടത്തൊരു ഭൂതത്തെ ഇറക്കാനായിട്ട് പോയി. ആ വീട്ടിലെ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചു. 1 വയസ്സാകുന്നതിന് മുമ്പേ മരിച്ചു. അടുത്ത ഒരു കുട്ടിക്ക് ആ 1 വയസ്സിന് താഴെ പ്രായമായപ്പോൾ മൂത്ത കുട്ടിക്കുണ്ടായ അതേ രോഗം രണ്ടാമത്തെ കുട്ടിക്കുണ്ടായി. മരിക്കാൻ പോവാണെന്ന് ഉറപ്പായി ആദ്യത്തെ കുട്ടിയുടെ സകല ലക്ഷണവും. അതോടെ അദ്ദേഹം ചികിത്സയ്ക്ക് പകരം എന്നെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാമെന്ന് തോന്നി. എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പെന്തക്കോസ്തുകാരൊന്നും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ആ വീട്ടിലുള്ള ഒരു വേലക്കാരത്തിക്ക് ഒരു ദുർഭൂതം ഉണ്ടായിരുന്നു. അതങ്ങളായി. ആ വേലക്കാരത്തി കന്നഡ ഭാഷ സംസാരിക്കുന്നുള്ളൂ കേട്ടോ, മലയാളം അറിയത്തില്ല. ആ വീട്ടിലെ വേലക്കാരത്തി ഈ ഭൂതം വിളയിയപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചപ്പോൾ നല്ല തനി മലയാളത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നാരാണെന്നൊരു പേര് പറഞ്ഞു. ഞാനൊരു കാളിയാണ്. ഞാൻ പറഞ്ഞു, ഒരു കാളി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ 4 പേരുണ്ട്. അതെന്നത് ഭദ്രകാളി, ബ്രഹ്മകാളി, കരിങ്കാളി, രക്തകാളി. ഇതിലൊന്നാ ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അതിനോട് നിന്റെ അവകാശം വല്ലോ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടിലെ അമ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചാകാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ അമ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അണ്ട് അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന പൂവുണ്ട്, തലമുടിയെക്കുറിച്ച് പൂ ചുറ്റി വെച്ചിട്ടുണ്ട്, അത് എൻ്റെ വകയാണ്. ഞാൻ അതങ്ങനെ നിന്റെ വകയാകുന്നേ? കന്നഡ ഭാഷ മാത്രം അറിയാവുന്ന ഒരു സ്ത്രീ എന്നോട് മലയാളത്തിൽ പറഞ്ഞത് കേട്ടോണം. പുഷ്പിക്കുവാനുള്ള വ്യഗ്രത മനുഷ്യനില്ല. പുഷ്പിക്കുവാനുള്ള വ്യഗ്രത സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കൃത്രിമമായ സൗന്ദര്യ വർധനവ് എൻ്റെ സ്വഭാവമാണ്. അതിനുശേഷമാണ് വേണ്ടാത്തത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. കരിങ്കാളിയുടെ സ്വഭാവം എനിക്കെന്തിനാ? അതിനെ കണ്ടാൽ അഴുക്കാ, കരിങ്കാളിയാ. കൃത്രിമമായ സൗന്ദര്യവർദ്ധന എൻ്റെ സ്വഭാവമാണ്. ആ സ്ത്രീ അത് പറിച്ചൊരേറെറിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവകൃപയാൽ അവനൊരു മെഡിക്കൽ ഡോക്ടറായി, അവന് 2 കുഞ്ഞുങ്ങളായി. ദൈവം അവരെ വളർത്തി, ദൈവം അവരെ ഉയർത്തി. ഞാൻ ഓരോന്ന് കണ്ടും കേട്ടും ദൈവവചനത്തിൽ നിന്ന് പഠിച്ചതും പിശാചി പഠിപ്പിച്ചതും ലോകത്തിൽ നിന്ന് പഠിച്ചതും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് 60 വയസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇന്നത്തേതുപോലെ എൻ്റെ ശരീരം അന്നും തളർന്നിരുന്നു. ഇന്ന് എൻ്റെ ശരീരം നന്നായി തളർന്നതാണ്. അതുകൊണ്ട് ഞാൻ അന്ന് ഓർത്തു, ഇനി സുവിശേഷയിലേക്ക് വേണ്ടി എങ്ങും യാത്ര ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ചർച്ചിലൊക്കെ പ്രസംഗിക്കാം, ആരെങ്കിലും ഇങ്ങോട്ട് വരിക എന്ന് വല്ലതും പറയാം, യാത്ര ചെയ്യുന്നില്ല. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, 60 വയസ്സിലുപരി പ്രായമുള്ളവരും രക്ഷിക്കപ്പെട്ട ശേഷം ഒരു ദോഷത്തിലാകപ്പെടാത്തവരും സാക്ഷ്യം സൂക്ഷിക്കുന്നവരും എൻ്റെ വ്യവസ്ഥ പാലിക്കുന്നവരുമായി അധികം പേര് എനിക്കില്ല. അതുകൊണ്ട് നീ നിർത്തരുത്, ഒരു കുറേ നാളൂടെ ചെയ്യും. നിന്റെ അനുഭവ സാക്ഷ്യം പലരോട് പറയണം. നന്നാകാനുള്ള പലരെയും അത് നന്നാക്കും. അതുകൊണ്ടൊക്കെ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിന് നല്ല ഭാഗങ്ങൾ ചേർത്ത് ഇന്ന് പറയാറുള്ളത്. അങ്ങനെ അനുഭവ സാക്ഷ്യം കൂടെ ചേർത്ത് പറയുവാൻ കർത്താവ് കൃപ തന്നു. തൻ്റെ ഇസ്രായേൽ ജനത്തെ ഇങ്ങോട്ട് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിക്കുമെന്ന് ബ്ലൈൻഡായി സമ്മതിക്കാമോ? എങ്കിൽ ഈ നിയമരക്തം നിങ്ങളുടെ മേൽ തളിക്കുക. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി. ഞാൻ ദൈവത്തോട് എടുക്കുന്ന പല നിയമങ്ങൾ എനിക്കുണ്ട്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല പ്രമാണങ്ങളുമുണ്ട്, അത് ഞാൻ അനുസരിക്കുന്നു. അതിനപ്പുറത്ത് ഞാനും ദൈവവും മാത്രം അറിയുന്ന പല വ്യവസ്ഥകൾ എനിക്കുണ്ട്. നിന്റെ നിയമരക്തം ഹേതുവായി നിന്റെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് നിന്റെ ബദ്ധന്മാരെ ഞാൻ വിടുവിച്ചെടുക്കും. ഇന്ന് പകൽ വിടുതലില്ലാതെ കിടക്കുന്ന വെള്ളമില്ലാത്ത കുഴികളിൽ നിന്ന് ചിലതിനെ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന് താല്പര്യമാണ്. ദൈവത്തോട് ചില നിയമങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാണ്. ഏത് സാഹചര്യത്തിൽ, ഏത് ഉയർച്ചയിൽ ജീവിതം നേർന്നവനും അതിൻ്റെ മേളിൽ പിന്നെയും ദൈവത്തോട് പ്രമാണങ്ങൾ ചെയ്യുവാൻ കാണും. യേശുവിനുണ്ടായിരുന്നല്ലോ ക്രൂശിലെ മരണത്തോളം സകലത്തിലും അനുസരണമുള്ളവനായി മാറി. ഇന്ന് പകൽ കർത്താവ് ഏത് സാഹചര്യത്തിലും അങ്ങയുടെ മുമ്പിൽ അനുസരണമുള്ളവളായി പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുവെന്ന് പറയുന്നെങ്കിൽ ഈ നിയമരക്തം ഹേതുവായി നിന്നെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. മർക്കോസിന്റെ സുവിശേഷം 8:16-17 വാക്യത്തിൽ വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുന്നു. നിങ്ങളുടെ വാക്കേൽ ഒരഭിഷേകം ഉണ്ടാകണം, നാക്കേൽ ഒരഭിഷേകം ഉണ്ടാകണം. ചിലരുടെ വാക്കുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിശാചിനൊക്കത്തില്ല. ചില വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിശാചിനൊക്കത്തില്ല. ഞങ്ങൾക്ക് ചർച്ചിൽ ഒരു ദുർഭൂതം ബാധിച്ച ഒരാളിനെ കൊണ്ടുവന്നു. കോഴഞ്ചേരിക്കാരനാണ്.
ഏതാണ്ട് 10-12 വർഷമായി ഒറ്റ മാസം പോലും 30 ദിവസം ജോലിക്ക് പോകാൻ ഒക്കാതെ ഒരു ദിവസമെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഒരു ഭയങ്കര ആസ്മ പേഷ്യൻ്റ് ഒരാളിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടു. മറിഞ്ഞടിച്ചു വീണു. ആ വ്യക്തിയുടെ തലയിൽ കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. നീ ആരാന്ന് ചോദിച്ചു. എടുത്ത വായിലെ പറഞ്ഞ പദം, ഞാനൊരു പാണ്ടി അറുകൊലയാണ്. ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് ഇവൻ്റെ പിതാക്കന്മാർ 5 തലമുറകൾക്ക് മുൻപേ പാണ്ടിയിൽ വന്ന് എന്നെ അവിടുന്ന് വാങ്ങി ഒരു കാളവണ്ടിയിലാക്കി കോഴഞ്ചേരി കൊണ്ടുവന്ന് പൂജിക്കുക. ഈ കുടുംബത്തിലെ എല്ലാ ആൺകുട്ടികളും എനിക്ക് വർഷത്തിൽ ഒരു ആടിനെ വീതം കുരുതി തരാറുണ്ട്. 41 കുട്ടികളാണ്, ആൺകുട്ടികളാണ് ഇവരുടെ വീട്ടിലുള്ളത്. ഈ 5 തലമുറ കഴിഞ്ഞപ്പോൾ ഈവൻ ഒരുത്തൻ മാത്രം എനിക്ക് ആടിനെ കുരുതി തരുന്നില്ല, ബാക്കി എല്ലാവരും കുരുതി തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലുക. ഈ കുരുതി കൊടുത്തവരെയൊക്കെ നന്നായിട്ട് അങ്ങ് വിട്ടെന്നൊന്നും ആരും വിചാരിക്കേണ്ട. എല്ലാം തലതിരിഞ്ഞ് കിടക്കുക. പക്ഷേ എല്ലാവർക്കും ആസ്മയില്ല. ഇവരെ ഞാൻ കൊല്ലുക. വീണ്ടും വീണ കൈ കൊണ്ട് തറയിലോട്ട് ഇടിക്കാൻ തുടങ്ങി. ഇരുമ്പ് തറയിൽ ഈ മെലിഞ്ഞ മനുഷ്യൻ്റെ കൈ വെച്ച് ഇടിച്ചാൽ ഇവൻ്റെ കൈ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മെലിഞ്ഞ ശരീരമാണ്. സഹോദരന്മാരിൽ ചിലർ ഇവൻ്റെ കൈ പൊക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചിട്ട് അവരെ കൂടെ അങ്ങ് തട്ടുക. ഒടുവിൽ ഒരു 4 പേര് ഒരുമിച്ച് തീരുമാനിച്ചു ഇവനെ പിടിച്ച് ഒതുക്കുക തന്നെ. വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ കൈ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നിടത്ത് എക്സ് സർവീസ്മാനും സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്നവരുമായ 4 തടിയന്മാർ ചേർന്ന് കൈ തറയിലോട്ട് വെച്ച് നല്ല വിരൽ കൊണ്ട് അമ്മക്കി അങ്ങ് പിടിച്ചു. ഇവനൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ശക്തി നിനക്ക് കാണണോ? പാണ്ടി അറുകൊലയുടെ ശക്തി നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചു. കാണട്രാന്ന് പറഞ്ഞു. ഒരുത്തൻ ഒറ്റ പൂക്കം വെച്ചു കൊടുത്തു. ഇതിനോടിനി എന്നാ ചെയ്യുന്നത്? 4 തടിയന്മാരെ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ സൈഡിലോട്ടിരിക്കുന്ന കൈ കൊണ്ട് ഒറ്റപ്പൊക്ക് പൊക്കി എന്ന് പറഞ്ഞാൽ ഇതിനോടിനി എന്നാ ചെയ്യും? നേരത്താണ് സുനിൽ പാസ്റ്റർ അടുത്ത് വരുന്നത്. അന്ന് അവന് 9 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് പ്രായമുണ്ട്. ആ ചെറിയ പ്രായത്തിൽ വന്ന് കെട്ടടാ കൈ എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കൈ കെട്ടി ഇവിടെ പറഞ്ഞു, ഡാഡിക്ക് വേണേ ഡാഡി ശുശ്രൂഷിക്കുക, ഇന്ന് മേലാൽ ഇവയുടെ അടുക്ക് വരാൻ പാടില്ല, നമുക്കിതിനെ പറഞ്ഞു വിടണം. പറഞ്ഞു, മോനെ നീ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഞാനും കൂടെ നിൽക്കാം. വാക്കുകളിൽ ഒരധികാരം. അവൻ അശുദ്ധാത്മാക്കളോട് സംസാരിച്ചത് അധികാരത്തോടെ. ഇന്ന് പകൽ എത്ര പേര് പറയും, കർത്താവേ എൻ്റെ നാക്കിനൊരു അധികാരം വേണം, ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ്. ഞാൻ ഒരാളിനോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കണം. ഞാനൊരു ഭൂതത്തെ ശാസിച്ചാൽ അത് മനസ്സിലാക്കണം. ഞാനൊരു രോഗത്തെ ശാസിച്ചാൽ അത് മനസ്സിലാക്കണം. എൻ്റെ നാവിൻ്റെ മേൽ ഒരധികാരം. വിളർന്നിരുന്ന നാവുകൾ പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പ്രത്യക്ഷമാകുന്ന വ്യത്യസ്ത നാവുകൾ ഇന്ന് നമ്മുടെ മേൽ ചിലത് വരട്ടെ. നാവിൻ്റെ മേൽ ഒരധികാരം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. വാക്കുകൾ കൊണ്ട് ദീനക്കാർക്ക് സൗഖ്യം വരുത്തുവാൻ, ബി ഹീൽഡ്, സൗഖ്യമാകെ, അത് സംഭവിച്ചേ മതിയാകും. ഞാനൊരു രോഗിയോടൊരു വാക്ക് പറഞ്ഞാൽ ആ രോഗിയുടെ ഉള്ളിലേക്ക് ആ വാക്ക് കടക്കണം. ആ രോഗിയുടെ ഉള്ളിൽ ആ വാക്ക് ഇരിക്കണം. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ഭാഗമുണ്ട്. യേശു ഒരിക്കൽ ഒരു അത്തിയെ ശപിച്ചു. ഒരത്തിയിൽ ഫലം അന്വേഷിച്ച് യേശു ചെന്നു. പക്ഷെ ഫലം കിട്ടിയില്ല. ഫലം കിട്ടാതെ വന്നപ്പോൾ മേലാൽ നിന്നിൽ നിന്നാരും തിന്നാതെ പോകട്ടെ എന്ന് യേശു ആ അത്തിയെ ശപിച്ചു. ശപിച്ചേച്ച് യേശു അങ്ങ് പോയി. പൊതുവെ അതൊരു തിങ്കളാഴ്ച വൈകിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിറ്റേ ദിവസം രാവിലെ ശിഷ്യന്മാർ അതുവഴി വരുമ്പോൾ ഈ അത്തി തേണ്ട ഉണങ്ങി നിൽക്കുന്നു. അവർക്കൊരു കാര്യം മനസ്സിലായി, യേശു ഒരു വാക്ക് പറഞ്ഞേച്ച് അങ്ങ് പോയി. പക്ഷെ ഈ വാക്ക് പോയില്ല. വാക്ക് അവിടെ തന്നെ നിന്നു. യേശു ഒരു വാക്ക് പറഞ്ഞേച്ച് സ്ഥലം വിട്ടു. വാക്കെങ്ങും പോയില്ല. വാക്ക് അവിടെ തന്നെ നിന്നു. അത്തി ഉണങ്ങുന്നത് വരെ വാക്ക് അവിടെ നിന്ന് സൗഖ്യമാക്കി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ക്രിയകൾ നടക്കുവാൻ ചിലരിൽ വാക്കുകൾ നിന്ന് സൗഖ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. എൻ്റെ വാക്കുകളിൽ ഒരു അഭിഷേകം.